ഞാൻ ആ കുഞ്ഞുങ്ങളെ ബഹുമാനിക്കുന്നുണ്ട്. ഒരമ്മ എന്ന് വിചാരിച്ച് ഒരു കുഞ്ഞുങ്ങളുടെ വേദന എന്താന്ന് കണ്ണീ കണ്ടൊരു വ്യക്തിയെ ഞാൻ. ആ ഒരു ബഹുമാനിച്ചാൽ ഞാൻ എല്ലാ കുഞ്ഞുങ്ങൾക്കും കൊടുക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ നോവിക്കരുത്. അത് മാത്രം ലോകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ. അതുകൊണ്ട് മാത്രമാ ഇന്നും ഞാൻ ആ വ്യക്തിയെ പറയാതിരിക്കുന്നത്. വ്യക്തികളെ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളെ നോവിക്കരുത്. എന്റെ കുഞ്ഞുങ്ങൾ അനുഭവിച്ചത് കണ്ട് വേറെ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രെറ്റി ടോക്സ്. ഈ പട്ടികൾക്കും പൂച്ചകൾക്കൊക്കെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത് എങ്ങനെയാ? അവർക്ക് ഹീറ്റ് ആവുമ്പോൾ ഏതെങ്കിലും ആൺനായയോ ആൺപൂച്ചയോ ഒക്കെ തേടി ഇറങ്ങി കണ്ടെത്തി ഇണ ചേർന്നിട്ടാണ്. പട്ടികളൊക്കെ ഇങ്ങനെ ഇണ ചേർന്ന് അവർക്ക് പ്രസവിക്കാൻ ശേഷിയുള്ളിടത്തോളം കാലം പല നായ്ക്കളിലാണ് അവർക്ക് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നത്. ഈ വീഡിയോയുടെ തുടക്കത്തില് കുഞ്ഞുങ്ങളെ ഓർത്ത് വേദനിക്കുന്ന ഒരു അമ്മ മനസ്സിന്റെ വീഡിയോ കാണിച്ചിട്ട് പട്ടി പ്രസവത്തിന്റെ ഡീറ്റെയിൽസ് പറയുന്നത് എന്തിനാന്നല്ലേ? കാര്യമുണ്ട്. ചില മനുഷ്യര് കാമം കേറിയാല് മൃഗങ്ങളെക്കാൾ അതപ്പതിച്ച കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അത്തരത്തിലൊരാളാണ് നമ്മൾ നേരത്തെ കണ്ട വീഡിയോയിലെ കരയുന്ന ചേച്ചി. ബിഗ് ബോസിലൊക്കെ വന്നതുകൊണ്ട് കുറച്ചു പേർക്കൊക്കെ ഇവരെ അറിയാം. ഇനി അറിയാത്തവർക്ക് വേണ്ടി ആളെ ഒന്ന് പരിചയപ്പെടുത്താം. പേര് സജന. മുൻ ഭർത്താവ് ഫിറോസിന്റെ കൂടെ ഉണ്ടായിരുന്ന കാലത്ത് ഇവര് സജന ഫിറോസ് എന്നാണ് അറിയപ്പെട്ടത്. ഈ ഫിറോസിനെ കല്യാണം കഴിക്കുന്നതിന് മുൻപ് സജനയ്ക്ക് വേറൊരു ഭർത്താവും അതിലൊരു കുഞ്ഞും ഉണ്ടായിരുന്നു. ഈ ഫിറോസുമായിട്ടും തെറ്റിപ്പിരിഞ്ഞ് ഇപ്പൊ പുതിയ ഒരാളുടെ കൂടെയാണ് സജന. അവതാരകയും ആർട്ടിസ്റ്റും സർവോപരി ഹണി ട്രാപ്പ് വീരത്തിയുമായ സജനയുടെ പുതിയ ആളാണ് റസൂൽ പൂക്കുട്ടി. അത് തന്നെ, ഓസ്കാർ ഒക്കെ മേടിച്ച റസൂൽ പൂക്കുട്ടി. സത്യത്തില് അഭിനയത്തിന്റെ പേരില് സജനയ്ക്കും ഒരു ഓസ്കാർ ഒക്കെ കിട്ടേണ്ടതാണ്. അമ്മാതിരി പ്രകടനമാണ് ചേച്ചി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഭാര്യയും കുഞ്ഞുങ്ങളുമുള്ള റസൂൽ പൂക്കുട്ടിയുമായി ഉണ്ടായ വഴിവിട്ട ബന്ധത്തില് ഇവര് 3 തവണ കൺസീവ് ആയി. ആദ്യത്തേത് ഇവര് രണ്ടുപേരും കൂടി തന്നെ അങ്ങ് അബോർട്ട് ചെയ്തു. രണ്ടാമത്തത് 2 മാസമായപ്പോ ഒന്നും ചെയ്യാതെ തന്നെ അബോഷനായത്രേ. ഇപ്പൊ 3ാമത്തെ കുഞ്ഞാണ് ചേച്ചിയുടെ വയറ്റിലുള്ളത്. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഇവര് റസൂൽ പൂക്കുട്ടിയും ഒന്നിച്ചുള്ള ഒരു ഗർഭചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. ഇത് കണ്ട് പേടിച്ച പൂക്കുട്ടി തനിക്ക് കുടുംബമുള്ളതാണെന്നും നാറ്റിക്കരുതെന്നും പറഞ്ഞ് കോംപ്രമൈസിന് ചെന്നപ്പോ സജന ആ ഫോട്ടോ അങ്ങ് മുക്കി. എന്നിട്ട് പതിവ് പോലെ ആരോ അക്കൗണ്ട് ഹാക്ക് ചെയ്തതാണെന്നുള്ള കള്ളക്കഥയും കള്ളക്കണ്ണീരുമായി വന്നിരുന്നു. ആ കഥ എന്തായാലും യൂട്യൂബേഴ്സ് പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തിരുന്നു. കുറെ യൂട്യൂബ് ചാനൽസ് ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് ചാനലൊക്കെ വേണ്ടേ? എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറഞ്ഞ് നല്ല രീതിയിൽ തിന്ന്. അത് തന്നെയാണല്ലോ നിങ്ങളെ കുഞ്ഞുങ്ങളും തിന്നത്. ആ കുഞ്ഞുങ്ങൾ എന്ത് തെറ്റ് ചെയ്ത്? വെറുതെ എന്തിനാണ് ആ കുഞ്ഞുങ്ങളെയും കൂടെ പിന്നെ അത് പിടിച്ചിട്ട് ഇത്രയും വിഷം? അതിനെക്കാട്ടും നല്ല നിങ്ങൾ കുറച്ച് വിഷം മേടിച്ച കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. ഈ കുഞ്ഞുങ്ങൾ എന്നൊക്കെ ഒരു സ്ത്രീ കണ്ണീരോടെ വന്ന് പറയുമ്പോൾ ആർക്കായാലും ഒരു സിമ്പതിയൊക്കെ തോന്നും. പക്ഷെ ഇവളിത് പറയുന്നത് കേൾക്കുമ്പോൾ കാർക്കിച്ച് തുപ്പാനാണ് തോന്നുന്നത്. ഇപ്പൊ യൂട്യൂബേഴ്സ് ആണ് തെറ്റുകാര്. അവരാണ് ഇല്ലാ കഥകൾ ഉണ്ടാക്കുന്നത്. ഇവള് പറഞ്ഞല്ലോ യൂട്യൂബേഴ്സിന്റെ കുഞ്ഞുങ്ങൾ തിന്നുന്ന കാര്യം. അത് പറയാൻ ഈ സ്ത്രീക്ക് എന്ത് യോഗ്യതയാണുള്ളത്? നീ ചെയ്തുകൊണ്ടിരിക്കുന്ന നാറിത്തരം കൊണ്ടല്ലേ നിന്റെ മക്കൾക്കും ആ റസൂൽ പൂക്കുട്ടിയുടെ മക്കൾക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ടായത്. സത്യത്തില് ആ കുഞ്ഞുങ്ങൾക്ക് എന്ത് സമാധാനമാണ് നീ കൊടുക്കുന്നത്? കുഞ്ഞുങ്ങളെ പറ്റി ഇത്രയും വാചാലയാവുന്ന നീ അവർക്ക് കുറച്ച് വിഷം വാങ്ങി കൊടുക്കുന്നതായിരിക്കും നന്നാവുക. അല്ലാതെ ഇങ്ങനെ സമൂഹത്തിന്റെ മുന്നിലിട്ട് നാണം കെടുത്തുന്നതിനേക്കാൾ നല്ലത് അതാണ്. നിങ്ങളെ കുഞ്ഞ് 2ാമത് കുഞ്ഞുണ്ടായത് ആദ്യം ഒരു കുഞ്ഞിനുണ്ടാക്കി എനിക്ക് അബോർട്ട് ചെയ്ത് തന്നു. അബോർട്ട് ചെയ്ത് ഞാൻ അത് അബോർട്ട് ചെയ്ത് കളഞ്ഞു. 2ാമത് ഈ പൂർണ്ണമായപ്പം അത് 2 മാസം കഴിഞ്ഞപ്പോൾ പോയി എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പം എനിക്ക് ഓൾറെഡി ആ കുഞ്ഞിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങിയതും നിങ്ങൾ എനിക്ക് മെഡിസിൻ തരാൻ തുടങ്ങിയതും എന്നെ ആ കുഞ്ഞിന് വേണമെന്നുള്ളൊരു തീരുമാനം നമ്മൾ മ്യൂസിലെടുത്ത് തന്നെ എനിക്ക് നിങ്ങളൊരു കുഞ്ഞിന് ആവശ്യമാണ്. അത് കഴിഞ്ഞിട്ടും നമ്മൾ സന്തോഷത്തോടെയാണ്. ഒരു പ്രാവശ്യം ഉള്ളൂ ഞാനൊന്ന് ഇക്കാനടുത്ത് ബലമായി പീഡിപ്പിച്ച് ഇക്കാനൊക്കെ എനിക്ക് ഇക്കാനെ വേണമെന്നും ബലമായിട്ട് ഞാൻ ഷാദിത്തുള്ള സമയത്ത് അവിടെ. ഈ സജന ഏതായാലും കാഞ്ഞ ബുദ്ധിയുള്ളവളാ. ഈ വോയിസിൽ അവള് പറയുന്നുണ്ട് റസൂൽ പൂക്കുട്ടിയുടെ കുഞ്ഞിനെ ആവശ്യമാണെന്ന്. അത് പറയുന്നത് ഷാദി, അതായത് പൂക്കുട്ടിയുടെ ഭാര്യ ഉള്ളപ്പോ തന്നെയാണ്. റസൂൽ പൂക്കുട്ടിയുടെ ഭാര്യയ്ക്ക് ക്യാൻസർ ആണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ആ സ്ത്രീക്ക് ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ റസൂൽ പൂക്കുട്ടിയിൽ ഉണ്ടായ കുഞ്ഞിനെയും കൊണ്ട് അവകാശം സ്ഥാപിച്ച് കെട്ടിലമ്മയായി വാഴാമെന്നാണ് സജനയുടെ മനക്കോട്ട. ഫിറോസിന്റെ കയ്യിലൊക്കെ ഏറ്റവും വലിയ ആയുധമാണ് ഈ പ്രകടനം കാണുന്നത്. നിങ്ങളുടെ കുബുദ്ധി കാരണം ഇനി എനിക്ക് എത്രയോ നാളുകളായിട്ട് നീന്റെ കൂട്ടുകാർക്ക് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ്. എന്ത് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ്? എന്തോന്ന് ആണല്ലോ പറയാണ്ട് വന്ന് മറച്ചോക്കേണ്ട കാര്യങ്ങളൊന്നും അല്ലല്ലോ. ആ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞ് ഇനി ഒരു കുഞ്ഞുണ്ടായാൽ ഞാൻ കളയിലേക്കാം. എനിക്കത് പറ്റത്തില്ല. കാരണം ഞാൻ അന്ന് പോലും ആ ഒരു കോമയിൽ പോയത്, ഈ കുഞ്ഞു പോയപ്പോ പോലും എനിക്കറിയാം ഞാൻ അത് ഭയങ്കര മാനസികമായിട്ട് വിഷമിച്ചിരുന്ന ഞാന്. അതിൽ എനിക്കൊരു കുഞ്ഞിനെ തന്നത്, വീണ്ടും ഒരു കുഞ്ഞിനെ തന്നത് അള്ളായിട്ടാ തന്നത് എനിക്കത്.
അല്ലാതെ ഇപ്പൊ നമ്മള് കറക്റ്റ് നിങ്ങളെ പീഡിപ്പിച്ച് മേടിച്ച് ആ സാധനങ്ങൾ എടുത്ത് ഞങ്ങളോട് ഇൻജെക്ട് ചെയ്ത സാധനമല്ലല്ലോ ഞാനിത്. നമ്മൾ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് നമ്മള് ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ നമ്മൾ ചെയ്തിട്ടാണോ നമുക്കിത് വന്നത്. അത് ശരിയാ, നിന്റെ ഗർഭം അല്ലാ തന്നതാ. റസൂൽ പൂക്കുട്ടീന്റെ ഭാര്യയും മക്കളും നാണം കെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടും നിന്റെ മക്കളും നാണം കെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടും അല്ല അങ്ങ് തന്നതാണ് നിനക്ക് ഈ കുഞ്ഞിനെ. അല്ലാണ്ട് നിന്റെ അറാമ്പറപ്പ് കയ്യിലിരിപ്പോണ്ടല്ല. കേട്ടില്ലേ, അവളുടെ കയ്യിലിരിപ്പിന് സ്ത്രീലമ്പടനായ ഒരു കാശുകാരനെ കറക്കിയെടുത്ത് അയാളുടെ ഗർഭവും വെച്ച് വില പേശുന്നതിന്റെ ക്രെഡിറ്റും അള്ളായിക്ക് കൊടുക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കി, ഇതൊക്കെ എന്റെ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. അയ്യോ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് കുഞ്ഞിനോട് ആത്മാർത്ഥ ഒരു തന്തയെന്നുള്ളൊരു സാധനം നിങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. ആ കുഞ്ഞിനെ കൊല്ലാൻ നടക്കുന്ന നിങ്ങളെ ഞാൻ നിങ്ങളടുത്ത് പറയണോ? ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി നടന്ന നിങ്ങളടുത്ത് ഞാൻ പറയണോ ആ കുഞ്ഞു പോയെന്ന്? എങ്ങനെ ഇതിനെ ഇല്ലാതാക്കും എന്നുള്ള ചിന്തയിൽ നടക്കുന്ന നിങ്ങളടുത്ത് ഞാൻ പറയണോ? എന്നിട്ട് എന്റെ അടുത്ത് ഡ്രാമ നല്ല കുഞ്ഞിനെ നിർബന്ധിക്കണ്ടല്ലോ. മറ്റുള്ളവരെ കൊണ്ട് ഡ്രാമ കളിച്ചിട്ടുണ്ടല്ലോ, മറ്റുള്ളവരെ കൊണ്ട് ഡ്രാമ കളിച്ചിട്ടുണ്ടല്ലോ, എന്റെ വീട്ടുകാരെ കൊണ്ടും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഈ സജനയ്ക്ക് വ്യക്തമായിട്ട് അറിയാം റസൂൽ പൂക്കുട്ടി എന്ന് പറയുന്ന സ്ത്രീ ലമ്പടന് കുഞ്ഞുങ്ങളെ ആവശ്യമില്ലെന്ന്. എന്നിട്ടും അത് അറിഞ്ഞുകൊണ്ട് അയാൾക്ക് കിടന്നു കൊടുത്തിട്ടാണ് ഇവള് ആ കുഞ്ഞിനെ വെച്ച് വിലപേശുന്നത്. എന്നിട്ട് പറയാ ഇഞ്ചക്ട് ചെയ്തുണ്ടാക്കിയ ഗർഭമല്ലല്ലോ എന്ന്. സത്യത്തിൽ അയാളിൽ ഒരു കുട്ടി ഉണ്ടാവുക എന്നത് ഇവളുടെ മാത്രം ആവശ്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റസൂൽ പൂക്കുട്ടിയുടെ ഭാര്യയ്ക്ക് ക്യാൻസർ ആണ്. അപ്പൊ ആ ഗ്യാപ്പിൽ ഒരു ഗോൾ, അത് തന്നെ ലക്ഷ്യം. നിങ്ങൾ എനിക്ക് ഗുണമാണ് ഞാൻ പറഞ്ഞത്. പണം കണ്ടൊരുത്തിനോട് വിളിച്ചോടിയപ്പോഴത്തേക്ക് ഞാൻ പണം കണ്ടു തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് പണം വേണ്ടത്. സത്യമല്ലേ? ആണല്ലോ, സത്യമല്ലേ? നിക്കാരം കഴിഞ്ഞു നിങ്ങൾ ഞാൻ നോക്കിയോ ഫേസ്ബുക്കിൽ എന്റെയും എന്റെ ഭർത്താവിന്റെ ഫോട്ടോ ഞാൻ ഇടാൻ പോവാ. നീ ഫേസ്ബുക്കിൽ ഇടല്ലേ, നാണം കെട്ടിയും ചാവും കേട്ടോ. എന്തിന് അതാ പറഞ്ഞപ്പോ ചാവ് നിങ്ങൾ പോയി. അതാണ് ഏറ്റവും ഞാൻ നല്ലത്. ഏറ്റവും നല്ലത് നിങ്ങൾ ചാവുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കൊച്ചുങ്ങളെ ഇട്ടിട്ട് വിളിച്ചോടി പണക്കാരൻ്റെ കൂടെ പോയിട്ട് ജീവിക്കുന്നതാണോ ശരി സജന? ആണ്. ഞാൻ വിടുമ്പോട്ടെ, എനിക്ക് എന്റെ സുഖങ്ങളാണ് വലുത്. ഏത് ലെവലിൽ ഞാൻ കളിക്കുമെന്ന് എന്റെ ലെവലിൽ വിട്ടേക്ക്. ഞാൻ കേസ് കളിക്കാൻ വേണ്ടി നിൽക്കുമോ? നിങ്ങൾ എന്ത് വിചാരിക്കുന്നത്? ഏത് ലെവലിൽ? ഇപ്പൊ നമ്മൾ കേട്ടത് സജനയുടെ മുൻ ഭർത്താവ് ഫിറോസും സജനയും തമ്മിലുള്ള സംസാരമാണ്. അതിലെ സജന പറയുന്നുണ്ട് അവള് കേസ് കൊടുക്കൂന്നൊക്കെ. ശരിക്കും ഇവള് ഓരോ ആണുങ്ങളുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴും അവരുടെയൊക്കെ സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഫിറോസിനെ നല്ലോണം കരുവാക്കുന്നുണ്ട്. ഫിറോസിന് ശേഷം ഇവള് ആരുടെയൊക്കെ കൂടെ പോയോ അവരോടൊക്കെ ഫിറോസിന്റെ കുറ്റം പറഞ്ഞ് സെന്റിമെന്റ്സ് വർക്കൗട്ട് ആക്കി അവരെയും കൂടി ഫിറോസിനെതിരെ തിരിപ്പിക്കുന്നുണ്ട്. നമുക്ക് ഓസ്കാർ പൂക്കുട്ടിയുടെ വോയിസ് ഒന്ന് കേൾക്കാം. എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് ഫയൽ ചെയ്യാം. ഫിറോസിനെതിരെ തൽക്കാലം ഉണ്ടായിരിക്കുന്ന ഒരു വലിയ വിഷയം ഒന്ന് ശാന്തമാക്കാൻ ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞേ ഉള്ളൂ. അത് അങ്ങനെ മാത്രം എടുത്താൽ മതി. ഞാൻ ഷാജി ഒരു കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. അതുപോലെ ഒരു ചെറിയൊരു നമ്മളത് തൽക്കാലം കുറച്ച് സമയത്തേക്ക് മൂടിയിരിക്കുന്നു, അത്രേ ഉള്ളൂ. ഒരുപാട് കഴിയുമ്പോൾ എന്താണെന്ന് കാര്യം നമുക്ക് പിന്നീട് നോക്കാം. ഇവൻ ഡൈവോഴ്സ് തരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഡിവോഴ്സ് തരുന്നില്ല എന്ന് പറഞ്ഞ് ഒരു കേസ് ഫിറോസിനെതിരെ കൊടുക്കാൻ ഈ പൂക്കുട്ടി സജനയോട് പറയുകയാണ്. ഇനി ഫിറോസും പൂക്കുട്ടിയും അല്ലാതെ മറ്റൊരാളുടെ കൂടെ നിന്നും സജന ഫിറോസിനെതിരെ പറയുന്നുണ്ട്. ഇത്രയും വ്യക്തമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് ഫിറോസിനോട് ജീവിക്കാൻ. വട്ടുണ്ടോ? പ്രേരിപ്പിച്ചല്ലേ? എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ഞാൻ ഇറങ്ങി വന്ന് സ്വന്തം ഇഷ്ടത്തിൽ എഴുതി. എനിക്ക് നാളെ കാലത്ത് എൻ്റെ ലൈഫിൽ നമ്മളെ ലൈഫിൽ ഒരിക്കലും ഒരു ബാധ്യത ആവില്ല ഫിറോസ്. അതിന് വേണ്ടിയിട്ട് എഴുതി. ഓക്കെ, നീ എന്തെങ്കിലും ഈ ഫിറോസിനെ കെട്ടും മുമ്പ് ഇവക്ക് വേറെയും ബന്ധങ്ങളുണ്ടായിരുന്നു. അതിലൊരു കൊച്ചുണ്ട്. ഫിറോസിനെ കെട്ടിക്കഴിഞ്ഞ ശേഷവും ഇവളിങ്ങനെ വേലി ചാടി നടന്ന് ഒടുക്കം പൂക്കുട്ടി എന്ന കാശുകാരൻ വളഞ്ഞപ്പോൾ അയാളുടെ ഒരു ഗർഭമൊക്കെ സെറ്റപ്പാക്കി അയാളുടെ ഒപ്പം കൂടാൻ അങ്ങ് തീരുമാനിച്ചു. ഇതറിഞ്ഞ മുൻ ഭർത്താവ് കോന്തം ഫിറോസ് ഇല്ലേ, അയാളെ കോന്തൻ തന്നെ വിളിക്കണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഭാര്യയുടെ ജാരന്മാരുടെ പുറകെ ഇങ്ങനെ യാചിച്ചോണ്ട് നടക്കാൻ അയാൾക്ക് ഒരു നാണവും ഇല്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ സജനയുടെ സ്വഭാവം ഇതാണെന്ന് മനസ്സിലാക്കിയിട്ടും ഈ ഫിറോസ് പിന്നെ എന്തിനാ ഇവളുടെ പുറകെ ഇങ്ങനെ നടക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഒരു പക്ഷേ ഇതിൻ്റെ അകത്ത് ഫിറോസിനും ഈ സജന ആരോപിക്കുന്ന പോലെ തന്നെ ഫിറോസിനും എന്തെങ്കിലുമൊക്കെ പങ്കുണ്ടാവുമായിരിക്കും. എന്തായാലും സജന പൂക്കുട്ടിയുടെ പുറകെയാണെന്ന് മനസ്സിലാക്കിയ ഫിറോസ് ഈ റസൂൽ പൂക്കുട്ടിയുടെ തറവാട്ട് വീട്ടിൽ പോയിട്ട് അവിടെയുള്ളവരോടൊക്കെ സംസാരിക്കുന്നുണ്ട്. വീട്ടുകാരെന്തായാലും പൂക്കുട്ടിയുടെ ഭാഗമല്ലേ നിൽക്കുള്ളൂ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല റസൂൽ. റസൂലിന്റെ കുടുംബമാണ് ഫസ്റ്റ്.
മക്കളെയും തള്ളയും വിട്ടിട്ട് ഒരു ഏർപ്പാട് പ്രശ്നമില്ല. ഈ പൂക്കുട്ടിയും പൂക്കുട്ടിയുടെ കുടുംബക്കാരും സജ്ജനയും ഒക്കെ കുഞ്ഞ്, കുടുംബം, മക്കൾ എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ശരിക്കും ചിരിയാണ് വരുന്നത്. കുടുംബത്തിലിരിക്കുന്ന മക്കൾക്ക് വളരെ നല്ല പേരാണല്ലോ ഇവരൊക്കെ കൂടി ഉണ്ടാക്കി കൊടുക്കുന്നത്. എന്നെ നമ്മളെ കൊല്ലാനാണ് വലിച്ചു കീറാനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ അവരെ വിട്ടുകൊടുക്കത്തില്ല. നേരത്തെ പറഞ്ഞ കണക്ക് ഈ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളിൽ ഇമോഷൻസ്, അത് ഞാനൊരു അമ്മ ആയി പോയത് കൊണ്ട് ഞാൻ ഇമോഷണൽ ആവുന്നതാണ്. പക്ഷെ എനിക്ക് എപ്പോഴും ഇമ്പോർട്ടന്റ് എൻ്റെ മക്കളും എൻ്റെ ഫാമിലീസും എൻ്റെ ഫാമിലീസാണ് എനിക്ക് വലുത്. പക്ഷെ അതിനെ കൊല്ലാൻ വേണ്ടിട്ട് വേറെ രീതിയിലാണ് ഇനി വരുന്നതെങ്കിൽ എൻ്റെ തെളിവ് സഹിതം പലതും ഉണ്ട്. ഞാനങ്ങ് വലിച്ച് കീറും ഷാലോ. പിന്നെ ഞാൻ ലീഗൽ വശം പോകുന്ന മൂവ് ചെയ്യുന്നത്, ലീഗലായിട്ട് മൂവ് ചെയ്താൽ കുഞ്ഞുങ്ങൾക്ക് ബാധിക്കാതെ അവർക്ക് കൊടുക്കേണ്ട ശിക്ഷകൾ കൊടുക്കട്ടെ. പക്ഷെ അതും കഴിഞ്ഞിട്ട് വേറെ രീതി വരാനാണെങ്കിൽ ഈ വ്യക്തികളുടെ പേഴ്സണൽ ആയിട്ടുള്ള തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ തെളിവ് സഹിതം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ യൂട്യൂബർക്ക് തിന്നാനുള്ള വരുമാനം ഞാൻ 1 മാസത്തേക്ക് ഇട്ട് കൊടുക്കും. എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത്. സഹിക്കട്ടെ, ഞാനത് ചെയ്തിരിക്കും. അതിലൊരു മാറ്റമില്ല ഷാൻ, ഞാൻ ചെയ്യും. ഉദരത്തിൽ ഉരുവായ കുഞ്ഞുങ്ങളെ പലതവണ കൊന്നവളാണ് ഈ കുഞ്ഞ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവള് തന്നെ പറയുന്നുണ്ട് 1 മാസത്തേക്ക് യൂട്യൂബുകാർക്ക് തിന്നാനുള്ളത് ഇവള് തന്നെ തരുമെന്ന്. വീഡിയോയുടെ തുടക്കത്തില് ഇവള് പറഞ്ഞു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവര് മക്കൾക്ക് വിഷം വാങ്ങിക്കൊടുക്കാൻ. ഇപ്പൊ ഇവള് തന്നെ പറയുന്നു തിന്നാനുള്ളത് ഇവള് തന്നെ കണ്ടന്റ് ആയി തരുമെന്ന്. ഈ ബോധമില്ലാത്തവൾ ഇത് എന്തൊക്കെയാ പറയുന്നത്? എന്തായാലും ചേച്ചി ആരെയാണോ അവ വലിച്ചു കീറാൻ പോകുന്നത്? പൂക്കുട്ടിയാണോ ഇനി ഫിറോസിനെയാണോ എന്നറിയില്ല. 1 മാസത്തേക്ക് തിന്നാനുള്ള കണ്ടന്റ് ഒപ്പിച്ചു തരുന്ന ചേച്ചിയുടെ അനുഭവ കഥകള് ഇനിയും തുടരട്ടെ എന്ന് മാത്രം യൂട്യൂബേഴ്സ് ആശംസിക്കുന്നു. അപ്പൊ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യണേ. പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും വരാം.